ലൂക്കോസ് 1:36. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക്. മറിയയുടെ ചാർച്ചക്കാരത്തി എലിശബത്തിനെക്കുറിച്ച് ദൂതൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ. പുത്രോൽപാദനത്തിന് കഴിവില്ലാത്തവൾ ആയിരുന്നു എലിശബത്ത്. വാർദ്ധക്യമാകുന്നതുവരെ ആ സ്ഥിതിയിൽ തന്നെ തുടർന്നു. ലോകം മുഴുവനും അവളെ മച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇവിടെ പ്രതീക്ഷയില്ലാത്ത മരവിച്ചയൊരു ജീവിതം, മരുഭൂമി പോലെ വരണ്ടയൊരു ജീവിതം. എന്നാൽ ലോകം മുഴുവൻ അപമാനിച്ച വ്യക്തിക്ക് ലോകം മുഴുവൻ പ്രശസ്തനാവുകയും അംഗീകരിക്കുകയും ചെയ്ത ഒരു മകനെ നൽകുവാൻ ദൈവത്തിന് പ്രസാദമായി. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ദൈവം എലിശബത്തിനെയും സെക്കരിയാവിനെയും ശേഷിപ്പിച്ചു. അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ല. ഒരനർത്ഥവും അവർക്ക് ഭവിച്ചില്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇടമാണ്. മരണം മാത്രം മുന്നിൽ കാണാൻ സാധിക്കുന്ന പരിസ്ഥിതി. എന്നാൽ അങ്ങനെയുള്ള ഇടത്താണ് ഹാഗാറിനു വേണ്ടി ദൈവം ഒരു ഉറവ തന്നെ തുറന്നത്. അതിന്നും നിലനിൽക്കുന്നു. മരുഭൂമി പോലെ വരണ്ട ജീവിതമാണെങ്കിലും തലമുറകൾ നിലനിൽക്കുന്ന അനുഗ്രഹത്തെ ദൈവത്തിന് തരുവാൻ സാധിക്കും. യെശയ്യാവ് 51:3 അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നുവെന്ന് നാം വായിക്കുന്നു. മരുഭൂമിയെ മലർവാടിയാക്കുവാൻ ദൈവത്തിന് കഴിയും. അനേകം പക്ഷികൾക്കും മൃഗങ്ങൾക്കും സങ്കേതമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അനേകം മനുഷ്യർക്ക് ആശ്വാസമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. മരുഭൂമിയിലാണ് എണ്ണപ്പാടങ്ങളുള്ളത്. വിലയേറിയ പലതും സാധാരണക്കാരനറിയുവാൻ സാധിക്കാത്തത് മരുഭൂമിയിലുണ്ട്. നമ്മുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതാണോ? ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, ആരോഗ്യത്തിലൊക്കെ വരൾച്ചയും മുരടിച്ച അവസ്ഥയുമാണോ? മച്ചി എന്ന് പറഞ്ഞിരുന്നത് പോലെ നമ്മെയും ജനം പരിഹസിക്കുകയാണോ? രാജാധിരാജനായവൻ ശ്രേഷ്ഠകരമായത് നമുക്കായിട്ട് കരുതിയിട്ടുണ്ട്. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം എന്ന് ദൂതൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില മരുഭൂമികളെ ഈ നാളുകളിൽ ദൈവം മലർവാടിയാക്കട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളുടെ ശൂന്യതകളെ മാറ്റി നിറവിനെ നൽകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.